എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പിങ്ക് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിങ്ക് സ്പാഗറ്റി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പത്തേക്ക് നമ്മൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് വി ആർ എക്സൈറ്റഡ്. എന്താവുന്നറിയില്ല, ഞങ്ങൾ രണ്ടുപേരോടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ലെറ്റ് സീ. ഇതിന് വേണ്ടി നൈഫ് മൂർച്ച കൂട്ടുകയാണ് ഷെഫിന്റെ പേരാണ് അല്ലമീൻ. ഒരു യൂട്യൂബ് ചാനലുണ്ട്, എന്താണ് കാർസ് വേൾഡ്. അതിലൊക്കെ ഒത്തിരി വീഡിയോസ് നമ്മൾ ഉടനെ ഇടുന്നതാണ്. നമ്മൾ നൂഡിൽസ് വാങ്ങും. നൂഡിൽസ് അല്ല, ഹക്കാനുണ്ട്. പിങ്ക് കളറിലെ പാസ്ത ഉണ്ടാക്കാൻ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, വെജിറ്റബിൾസ്. അപ്പോൾ നമുക്കത് അരിയിൽ കാണാം. ഓക്കെ, ഫസ്റ്റ് ഫോർ നമ്മൾ സവാള ഇടുക. ഫസ്റ്റ് വേണ്ടേ ഇങ്ങനെ ഒന്ന് വരിക. വേണ്ടേ ചെറിയ പീസുകൾ ഇങ്ങനെ അരിയുകയാണ്. ഒന്നുകൂടെ ക്രോസ് ഒന്ന് കട്ട് ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. സവാള അരിഞ്ഞ് ഞാനാണ് എടുക്കുക. ഈ വീട്ടിലെ സവാള അരിക്കാരനാ. സവാള അരിയുന്ന എല്ലാവർക്കും കണ്ണരിയും, പക്ഷെ ഇവന് മാത്രം കണ്ണരിയത്തില്ല. നോക്കി കണ്ണരിച്ച അത് എന്നാ വീണ്ടും ഈ അരിയിപ്പിക്കാൻ വേണ്ടിയുള്ള ഐഡിയ സുഖിപ്പിച്ചതാ. ഇങ്ങനെ സവോള കട്ട് ചെയ്തിട്ട് താഴെ വീഴാതെ പ്ലേറ്റിലാക്കാം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് ഷെഫ് അല്ലമീൻ. കൈ കൊണ്ട് പിടിച്ചു നോക്കാം. ഇതും ചെറുതാക്കി കട്ട് ചെയ്യണം. നമ്മൾ പിങ്ക് പാസ്തയ്ക്കകത്ത് ഏറ്റവും വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ്. അതിന് ആ പിങ്ക് കളർ നൽകുന്നത്. തക്കാളി ഉണ്ടെങ്കിലാണ് ആ ഒരു ഫ്രഷ് ക്രീമിലോട്ട് ഈ ഒരു തക്കാളിയുടെയും ചില്ലി ഫ്ലേക്സിൻ്റെയും ഒക്കെ ഫ്ലേവർ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. തക്കാളി എരിയുമ്പോഴാണ് തോന്നി കണ്ണെരിയുന്നേ. എന്റെ കുഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞു. തക്കാളി അത് വിചിത്ര ജീവിയാണല്ലോ. അഭിനയം ആ നേരത്തെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ടൊമാറ്റോ അരച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ടൊമാറ്റോ ഇടാം. ഫ്ലേക്സും കൂടി നമുക്കൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഊരിയിട്ട് വേണമെന്ന് എടുത്തിടാൻ തെറിഞ്ഞു പോയി. നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് അരച്ചെടുക്കാൻ പോകാം. നല്ല രീതിയിൽ പേസ്റ്റ് ആയിട്ടുണ്ട്. സക്സസ്ഫുൾ. ചുവയ്ക്കുന്നോ? നല്ല മണം. നമ്മളിപ്പം 5 പേർക്കുള്ളൊരു പിങ്ക് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 പാക്കറ്റ് ഇടുന്നുണ്ട്. നല്ല ബോയിൽ ചെയ്ത വാട്ടറിലോട്ടാണ് നമ്മൾ ഇടുന്നത്. കുറച്ച് സ്പേസ് കുറവാണ്. ഓക്കെ, നന്നായിട്ട് ബോയിലായിട്ട് വരുന്നുണ്ട്. ഇച്ചിരി ഓയിൽ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഇത് തമ്മിലൊന്ന് ഒട്ടാതിരിക്കാൻ മിക്സ് ആക്കാം. അപ്പോൾ തമ്മി പൊട്ടിപ്പിടിക്കത്തില്ല. പിന്നെ നമ്മൾ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഡ്രെയിൻ ചെയ്യാം. നമുക്ക് പിന്നെ ഈ റീയൂസും ചെയ്യാം. ചിക്കൻ പാനിലേക്ക് ഇടുകയാണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് ശാലോ ഫ്രൈ ചെയ്യണം. ചെറുതായിട്ടൊന്ന് വേഗമാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചിക്കൻ ഇടുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് പിങ്ക് പാസ്ത സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ബട്ടർ ഇട്ടു. ബട്ടർ നല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ബട്ടർ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മെൽറ്റായ ശേഷം
നമ്മളിതിലേക്ക് ജിഞ്ചർ ഇടാം. നമുക്കൊരു ജിഞ്ചറിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇടാം. ആക്ച്വലി ഇതൊരു ഓപ്ഷനിലാണ്. നമുക്കൊരു ജിഞ്ചറിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇട്ടേക്കുന്നത്. ഇവിടെ സൈഡിൽ ഒരാൾ ചിക്കൻ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ഓണിയൻസ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്യാം. നമുക്ക് അപ്പം അതിൻ്റെ അകത്തു നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങും. ചാറ് കാണും. നമ്മളിതിലേക്ക് തക്കാളി പേസ്റ്റ് ഒഴിച്ചിരിക്കുകയാണ്. തക്കാളിയുടെ പ്യൂരി നന്നായിട്ട് കിടന്നൊന്ന് നമ്മൾക്ക് ബോയിലാക്കി എടുക്കണം. നമ്മുടെ പാസ്തയിലോട്ട് നമ്മൾ നമ്മുടെ സ്പാഗറ്റി തിളപ്പിച്ച സ്റ്റോക്ക് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുവാണ്. നമ്മൾ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ബീഫ് സ്റ്റോക്കാണിത്. അപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബീഫ് സ്റ്റോക്കോ ചിക്കൻ സ്റ്റോക്കോ വല്ലതും ഉണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യുക. ഇതൊരു പ്രത്യേക ഒരു ഫ്ലേവർ തന്നെ കിട്ടും. ബീഫ് സ്റ്റോക്കും സ്പാഗറ്റി സോസും എല്ലാം നമ്മൾ തിളയ്ക്കാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് കുറുകാൻ വേണ്ടി കോൺഫ്ലോർ ഒഴിക്കുകയാണ്. കോൺഫ്ലോർ നമ്മൾ വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് ഒന്ന് ഒഴിക്കുക. അപ്പോൾ നല്ലതായിട്ട് ഇത് കുറുകി വരും. ഇപ്പം തന്നെ ഒരു പിങ്കിഷ് ഒരു റെഡിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിലേക്ക് പാലും കൂടെ ഒഴിക്കുക. എന്നാലേ നമുക്കൊരു ക്രീമി ടെക്സ്ചർ വരത്തുള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്യുക. ഫ്രഷ് ക്രീം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒഴിക്കുക. കുറച്ചുകൂടെ ക്രീമിനെസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഫ്രഷ് ക്രീം നല്ലതാണ്. ഒരു പിങ്കിഷ് എക്സാക്റ്റ് ഒരു പിങ്ക് സോസ് കളറായി പിങ്കിഷ് കളറായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്ര വെജിറ്റബിളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ആഡ് ചെയ്യാം. നമ്മുടെ നൂഡിൽസ് ആഡ് ചെയ്യാം. നൂഡിൽസ് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ് ആ സോസുമായിട്ട്. ഇപ്പം തന്നെ ഒരു പിങ്കിഷ് കളറായിട്ട് വരുന്നുണ്ട്. നല്ല യമ്മി ആയിട്ടുണ്ട് കാണാൻ. കുറച്ചുകൂടെ ഫ്രഷ് ക്രീമും കൂടെ നമുക്കൊന്ന് ലാസ്റ്റ് ആഡ് ചെയ്യാം. ഒരു ഫ്രണ്ടിലൊരു ക്രീമി ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ സോട്ട് ചെയ്ത് വെച്ച് നമുക്ക് ചിക്കനും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് വെജായിട്ടും ഉണ്ടാക്കാം. ബീഫിൻ്റെയോ പല നിങ്ങളുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചിക്കനും കൂടെ കുറച്ചൊന്ന് ക്രഞ്ചി കടിക്കാൻ കിട്ടാൻ വേണ്ടി ഇത് ആഡ് ചെയ്യണം. എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കസ്തൂരി മേത്തിയും കൂടെ ആഡ് ചെയ്യാം. ഫൈനലായിട്ട് നമുക്ക് പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നമുക്ക് നമ്മുടെ നൂഡിൽസിന് വേണ്ടി കുറച്ച് ബുൾസയും കൂടി നമ്മുടെ പിങ്ക് പാസ്ത നമ്മുടെ പിങ്ക് പാസ്ത സെർവ് ചെയ്യാം നല്ല ചൂടോടെ. ഇതുപോലുള്ള കുറച്ച് നല്ല നല്ല റെസിപ്പിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടുണ്ട്. നല്ല എന്നുവെച്ചാൽ ടൊമാറ്റോയുടെയും ക്രീമിൻ്റെയും ഫ്ലേവറിൻ്റെ എല്ലാം കൂടെ ഉള്ള ബ്ലെൻഡ് അടിപൊളിയാണ്. ചില്ലി ഫ്ലേക്സ് മുകളിൽ ഇട്ടപ്പം കുറച്ച് ഒരു സ്വീറ്റും ക്രീമി ആയതിനെ ഒന്ന് ബാലൻസ് ചെയ്യുന്നുണ്ട്. അടിപൊളി ഫ്ലേവർ. എന്താണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ ചെയ്യണം. ഇതുപോലുള്ള കുറേ നല്ല റെസിപ്പി വീഡിയോസും ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യും. അതുവരെ ബൈ.